ട്രേഡിംഗ് മീഡിയയുടെ പ്രീ മാർക്കറ്റ് അനാലിസിസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കുറേ നാളുകൾക്ക് ശേഷമാണ് പ്രീ മാർക്കറ്റ് വീണ്ടും തുടങ്ങുന്നത്. ഇതിനിടയ്ക്ക് നമ്മൾ ഓഫീസ് ചേഞ്ച് ചെയ്തു, നാട്ടിലോട്ട് ഓഫീസ് മാറ്റി. നേമത്ത് നിന്ന് നിലവിൽ നമുക്കിപ്പം നേമത്ത് ഓഫീസില്ല, എൻ്റെ സ്വന്തം നാട്ടിലോട്ട് മാറ്റിയതാണ്. അപ്പം അതുകൊണ്ടാണ് വീണ്ടും പ്രീ മാർക്കറ്റ് തുടങ്ങുന്നത്. കാരണം നേരത്തെ 3:30 ഓഫീസിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ പിന്നെ വീട്ടിൽ വീഡിയോ ചെയ്യാനുള്ള സൗകര്യം അങ്ങനെ വലുതായിട്ടില്ലായിരുന്നു. അതുകൊണ്ടാണ് ചെയ്യാണ്ടിരുന്നത്. ഇപ്പം ഓഫീസ് അടുത്തായതുകൊണ്ട് തന്നെ എപ്പോൾ വേണമെങ്കിലും വന്നിരുന്ന് ജോലി ചെയ്യാം. അപ്പോൾ അതുകൊണ്ടാണ് വീണ്ടും പ്രീ മാർക്കറ്റ് തുടങ്ങുന്നത്. നമ്മൾ രാവിലെ ഷോർട്ടായിട്ട് പ്രീ മാർക്കറ്റ് ഇടുന്നുണ്ട്, എങ്കിലും വൈകിട്ട് ഇനി മുതൽ ഡീറ്റെയിൽഡായിട്ട് നമ്മൾ രാവിലെ ലെവൽസ് മാത്രം പറഞ്ഞാണ് പോകുന്നത്. ചാർട്ട് കൂടെ ആയിട്ട് ഇനി മുതൽ വൈകിട്ടും കൂടെ പ്രീ മാർക്കറ്റ് ഉണ്ടാകും. പ്രീ മാർക്കറ്റ് വിത്ത് പോസ്റ്റ് മാർക്കറ്റ് വൈകിട്ടുണ്ടാവും. കാരണം നമുക്ക് വ്യൂവും കാര്യങ്ങളും അറിയണമെങ്കിൽ ഡേറ്റ വരണം. ഡേറ്റ വരുമ്പോഴത്തേക്കും രാത്രിയാവും. പതിവ് പോലുള്ള രാവിലെയുള്ള റീൽസ് വീണ്ടും ഉണ്ടാവും. ഷോർട്ടായിട്ട് ലെവൽസ് പറഞ്ഞിട്ടുള്ള വീഡിയോ രാവിലെ വീണ്ടും ഉണ്ടാവും പതിവ് പോലെ. നമുക്ക് ആദ്യം ഡേ ക്യാൻഡിൽ നോക്കാം. കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് നമുക്കറിയാം 3:15 കൃത്യമായിട്ട് മാർക്കറ്റ് ക്ലോസ് ചെയ്യുന്നുണ്ട്. മാർക്കറ്റ് 3:15 ക്ലോസ് ചെയ്തതിന് ശേഷം അടുത്ത് 3:30 നമ്മൾ ചാർട്ടിൽ, നിഫ്റ്റിയുടെ ചാർട്ടിൽ അടുത്ത മൂവ്മെൻറ്റ് കാണുന്നത്. ഈ 15 മിനിറ്റിനകത്ത് എന്തൊക്കെ നടക്കുന്നുവെന്ന് യൂട്യൂബ് ചാനലുകളിൽ പല ഇൻഫ്ലുവൻസേഴ്സും പല കാര്യങ്ങൾ പറയുന്നുണ്ട്. പക്ഷേ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് വ്യക്തമായിട്ടുള്ളൊരു ക്ലാരിഫിക്കേഷൻ ഇതുവരേക്കും ഒരിടത്തുനിന്നും ഔദ്യോഗികമായിട്ട് വന്നിട്ടില്ല. വന്നിട്ടുള്ളത് തന്നെ തൊട്ടും തൊടാതെയൊക്കെ വരുന്നതാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് കൃത്യമായിട്ട് അവിടെ എന്താണ് സംഭവിക്കുന്നത്, കൃത്യമായിട്ട് അത് പ്രൈസ് ആക്ഷന് പോലും ഉപയോഗിക്കാൻ പറ്റാത്തൊരു ക്യാൻഡിലാണ് 3:30 ഫോം ആവുന്നത്. അത് നമുക്ക് ഏത് രീതിയിൽ റീഡ് ചെയ്യണമെന്ന് പോലും, അതിപ്പം നോക്കുമ്പം വലിയൊരു ബുള്ളിഷ് ക്യാൻഡിലാണ് ഇല്ലേ. 3:30 കാണുന്ന ക്യാൻഡിൽ വലിയൊരു ബുള്ളിഷ് ക്യാൻഡിലാണ്. പക്ഷേ അതൊരിക്കലും പ്രൈസ് ആക്ഷൻ അനുസരിച്ച് അതൊരു ബുള്ളിഷ് ക്യാൻഡിലാണെന്ന് നമുക്ക് വായിക്കാൻ പറ്റത്തില്ല. കാരണം 3:15 മുതൽ 3:15 മുതൽ 3:30 വരെ മാർക്കറ്റ് മൂവ് ആവുന്നുണ്ട്. 15 മിനിറ്റിൻ്റെ സിംഗിൾ വാല്യൂ 15 മിനിറ്റിന്, അതായത് 3:15 ക്ലോസ് ചെയ്ത് അടുത്ത് 3:30 എവിടെയാണോ ഓപ്പൺ ചെയ്യുന്നത് അതുവരെയുള്ള ഒരു സിംഗിൾ ക്യാൻഡിൽ മാത്രമാണ് നമ്മുടെ കയ്യിൽ കിട്ടുന്നത്. പക്ഷേ ഇതിനിടയ്ക്ക് മാർക്കറ്റ് താഴോട്ടും മുകളിലോട്ടും പോകുന്നുണ്ട്, നമ്മളത് കാണുന്നില്ല എന്നേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ആ ഒരു ക്യാൻഡിൽ പ്രൈസ് ആക്ഷന് പോലും നമുക്ക് കൃത്യമായിട്ട് അത് റീഡ് ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയിലാണ്. അതുകൊണ്ട് തൽക്കാലം നമ്മൾ അതിൻ്റെ വ്യക്തമായിട്ടുള്ള കാര്യങ്ങളിലോട്ട് പിന്നീട് നമ്മൾ എവിടെ കൂടെയെങ്കിലുമൊക്കെ അറിയും ഇതെന്താണ് സംഭവമെന്ന്. അതുവരയ്ക്കും നമ്മൾ നമ്മുടെ ഒരു ചാർട്ടിലും ആ ഒരു ക്യാൻഡിൽ നമ്മൾ റീഡ് ചെയ്യാൻ വേണ്ടിയിട്ടോ ചാർട്ട് വരയ്ക്കാൻ വേണ്ടിയിട്ടോ ഒന്നിനും നമ്മൾ ആ ക്യാൻഡിൽ തൽക്കാലം ഉപയോഗിക്കുന്നില്ല. കഴിഞ്ഞ കുറേ ദിവസമായിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് കൺസോൾട്ടേഷൻ ഏരിയ ആണ്. ഏകദേശം 24,600-നും 23,990, അതായത് ഏകദേശം ഒരു 1,000-1,500 പോയിൻറ്റിനുള്ളിൽ മാർക്കറ്റ് കൺസോൾട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 23,000 മുതൽ 24,600 വരെയുള്ള ഏരിയയിൽ മാർക്കറ്റ് കൺസോൾട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം ഈ ചാർട്ടിൽ കാണുന്ന ഈ ഒരു ഏരിയ മൊത്തം മാർക്കറ്റ് കൺസോൾട്ടേഷനാണ്. ഇവിടെ നിന്ന് മാർക്കറ്റ് ഒരു ബ്രേക്കൗട്ട് കിട്ടിയാൽ ഒരു ട്രെൻഡ് കണ്ടിന്യൂ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. നിലവിൽ മാർക്കറ്റ് ഇപ്പോൾ ഈ ഒരു ഏകദേശം ജൂൺ 8-ാം തീയതിക്ക് തുടങ്ങിയ ഒരു റാലിയാണ്. ഇവിടെ നിന്ന് ജൂൺ 8-ന് മാർക്കറ്റ് പതുക്കെ കയറാൻ തുടങ്ങിയതാണ്. ഏകദേശം 24,600 ലെവൽ സ്ട്രോങ് റെസിസ്റ്റൻസ് ആണ്. പക്ഷേ മാർക്കറ്റ് കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ വീക്ക് മൊത്തം ഇന്നടക്കം മാർക്കറ്റ് 24,600-ന് മുകളിൽ സസ്റ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് മാർക്കറ്റ് ശ്രമിക്കുന്നുണ്ട്. 24,500-ന് മുകളിൽ മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്യുന്നുണ്ട്. 24,600-ന് മുകളിൽ മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ 24,500-ന് മുകളിൽ സസ്റ്റെയിൻ ചെയ്യുന്ന തന്നെ മാർക്കറ്റിൽ വലിയൊരു പോസിറ്റീവാണ് ഉള്ളത്. മാർക്കറ്റ് ഒരു ബുള്ളിഷ് മോഡലാണുള്ളത്. വരും ദിവസങ്ങളിൽ 25,000 വരയ്ക്കും മാർക്കറ്റ് കയറിപ്പോകാൻ സാധ്യതയുണ്ട്. കാരണം പതിയെ മാർക്കറ്റ് മുകളിലോട്ട് കയറാൻ ശ്രമിക്കുന്നുണ്ട്. വേൾഡ് ന്യൂസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോഴും വളരെയധികം ശാന്തമാണ്. കാരണം എന്താണ്,
അമേരിക്കയ്ക്ക് എങ്ങനെയെങ്കിലും ഇപ്പം യുദ്ധം നിർത്തിയാൽ മതിയെന്നുള്ള ധാരണയിലോട്ട് ഇപ്പോൾ അമേരിക്ക എത്തിയിട്ടുണ്ട്. ഇത്രയും നാൾ ആണവ കരാറിൽ ഒപ്പിടണം, അത് ആണവ ആയുധത്തിൽ നിന്ന് പിന്മാറണം, കുറേ നിബന്ധനകൾ അമേരിക്ക ഇങ്ങോട്ട് ഡിമാൻഡ് ചെയ്തുകൊണ്ടിരുന്നിടത്തു നിന്നാണ് ഇപ്പോൾ ഹോർമോസ് മാത്രം എങ്ങനെയെങ്കിലും തുറന്നു കിട്ടിയാൽ മതി എന്നുള്ള ഒരു ഒറ്റ നിബന്ധനയിലോട്ട് അമേരിക്ക വന്നിരിക്കുന്നത്. അമേരിക്കയ്ക്കും ഇപ്പം യുദ്ധം നിർത്തേണ്ട ഒരു ആവശ്യത്തിലോട്ട് എത്തിയിരിക്കുകയാണ്. മാർക്കറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ക്രൂഡൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം $78 താഴെ ക്രൂഡും എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇനി വേൾഡ് മാർക്കറ്റ് കൂടി സപ്പോർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിഫ്റ്റി ഒരു ബുള്ളിഷ് ലെവലിലോട്ട് കയറി പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ വരും ദിവസങ്ങളിൽ മിക്കവാറും 25,000 മുകളിലോട്ട് മാർക്കറ്റ് പോകാൻ സാധ്യത വളരെ കൂടുതലാണ്. നമുക്ക് 15 മിനിറ്റിൻ്റെ ചാർട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നാളെ മാർക്കറ്റ് ഇന്നിപ്പം ക്ലോസ് ചെയ്തിരിക്കുന്നത് 24,583 മാർക്കറ്റ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. നാളെ 24,620 മുകളിൽ, ഈ ഒരു ലെവലിന് മുകളിൽ മാർക്കറ്റ് ഒരു ബ്രേക്കൗട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ, ഒരു 15 മിനിറ്റ് ക്യാൻഡിൽ ഇതിന് മുകളിൽ ഒരു ബ്രേക്കൗട്ട് കിട്ടി സസ്റ്റെയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് നെക്സ്റ്റ് റെസിസ്റ്റൻസ് വരിക 24,678 ആയിരിക്കും നെക്സ്റ്റ് റെസിസ്റ്റൻസ് വരിക. ഈ ഏരിയയിലൊക്കെ നേരത്തെ സെല്ലിംഗ് പ്രഷർ ഉണ്ടായിരുന്ന ഏരിയയാണ്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം മാർക്കറ്റ് ഈ സോണിനകത്ത് 24,620 മുകളിൽ മാർക്കറ്റ് ഓപ്പൺ ചെയ്തപ്പോഴൊക്കെ എല്ലാം വന്നിരിക്കുന്ന ക്യാൻഡിൽ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാം എല്ലാം സെല്ലിംഗ് പ്രഷറുള്ള ക്യാൻഡിലുകളാണ്. ഈ ഏരിയ മൊത്തം സെല്ലിംഗ് പ്രഷറുള്ള ഒരു ഏരിയ ആണ്. അപ്പോൾ മാർക്കറ്റ് മുകളിലോട്ട് പോയാലും 24,660, 680 റേഞ്ചിൽ നിന്ന് തന്നെ മാർക്കറ്റ് സെല്ലിംഗ് പ്രഷർ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. 24,620 മുകളിൽ 15 മിനിറ്റിൽ സസ്റ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ മാർക്കറ്റ് മുകളിലോട്ട് പോകാൻ സാധ്യതയുള്ളൂ. ഇതിന് മുകളിൽ എവിടെ വേണമെങ്കിലും മാർക്കറ്റിലൊരു സെല്ലിംഗ് പ്രഷർ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഇതിന് മുകളിൽ മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്താൽ 24,680 മുകളിൽ, അതായത് 24,700 ആണെങ്കിൽ നമുക്ക് കൂട്ടാം. ഇതിന് മുകളിൽ എവിടെയെങ്കിലും ഈ ഒരു സെല്ലിംഗ് പ്രഷർ മറികടന്നുകൊണ്ട് മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റ് ഒരു ബുള്ളിഷിലോട്ട് പോകാൻ സാധ്യതയുണ്ട്. പക്ഷേ ഇത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു സോണാണ്. 24,620 മുതൽ 24,680 വരെ വരുന്ന ലെവൽ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു ലെവലാണ്. താഴോട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 500 സ്ട്രോങ് സപ്പോർട്ട് കിട്ടുക മാർക്കറ്റിന്. ഇതിനിടയ്ക്ക് വലിയ സപ്പോർട്ടില്ല, കാരണം ഇതെല്ലാം കൺസോൾട്ടേറ്റ് ചെയ്ത ഏരിയ ആണ്. അവിടെ സ്ട്രോങ് സപ്പോർട്ട് എന്ന് പറയാൻ പ്രത്യേകിച്ച് ലെവലൊന്നും ഹയർ ടൈം ഫ്രെയിമിൽ ഇല്ല. 24,506 ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ 24,430 വരയ്ക്കും ഈ ഒരു ലെവല് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടുന്ന് 15 മിനിറ്റിൽ താഴോട്ട് ബ്രേക്കൗട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ 24,430 വരയ്ക്കും മാർക്കറ്റ് ഇറങ്ങി വരാൻ സാധ്യത വളരെ കൂടുതലാണ്. നമുക്ക് ഇൻട്രാഡേ ലെവൽസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിഫ്റ്റിയിൽ നാളെ വരുന്ന CPR 24,565 തൊട്ട് 24,578 വരെയൊക്കെയാണ്. മാർക്കറ്റ് ഇതിൻ്റെ തൊട്ട് മുകളിലാണ് ഇന്ന് ക്ലോസിംഗ് വന്നിരിക്കുന്നത്. 24,583 മുകളിലാണ് മാർക്കറ്റ്. നോക്കുകയാണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ 2 ദിവസം ഒരേ റേഞ്ചിനുള്ളിലാണ് ഒരു കൺസോൾട്ടേഷൻ നടക്കുന്നത്. ഒരു സൈഡ് വേസ് മൂവ്മെൻ്റാണ് 2 ദിവസമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ മാർക്കറ്റ് ട്രെൻഡിങ് ആവാനുള്ള ഇന്നത്തെ CPR നോക്കുകയാണെന്നുണ്ടെങ്കിലും എനിക്ക് തോന്നുന്നു 3-4 പോയിൻ്റ് CPR ആയിരുന്നതാണ്. നാളെയും നാരോ CPR ആണ് വരുന്നത്. അപ്പോൾ മാർക്കറ്റ് ഒരു ട്രെൻഡിങ്ങിനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പ്രത്യേകിച്ച് നാളെ നിഫ്റ്റിയുടെ എക്സ്പയറി കൂടിയാണ്. അപ്പം കൃത്യമായിട്ട് ശ്രദ്ധിക്കണം. ലെവൽസ് നോക്കി മാത്രം ട്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ചിലപ്പോൾ 2 സൈഡ് മൂവ്മെൻറ്റിനുള്ള സാധ്യതയുണ്ട്. ഡേറ്റ വരാത്തതുകൊണ്ട് കൃത്യമായിട്ട് എനിക്ക് വ്യൂ പറയാൻ പറ്റില്ല. നാളത്തെ രാവിലത്തെ പ്രീ മാർക്കറ്റിൽ അപ്ഡേറ്റ് ചെയ്യാം. മുകളിൽ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ലെവൽ, ഏറ്റവും മുകളിൽ വരുന്ന ലെവൽ തന്നെയാണ് 24,682, 24,699, 700. നാളെ 24,700 മുകളിൽ, അതായത് ഈ ഒരു റേഞ്ച് ബ്രേക്കൗട്ട് കിട്ടി ക്ലോസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ആഴ്ച തന്നെ മാർക്കറ്റ് 25,000 ടച്ച് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ഈ ഒരു ഏരിയ നേരത്തെ 15 മിനിറ്റിൻ്റെ ചാർട്ടിൽ പറഞ്ഞതുപോലെ ഈ ഒരു ഏരിയ ഫുള്ള് സെല്ലിംഗ് പ്രഷർ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതിനെ അതിജീവിച്ചുകൊണ്ട് മാർക്കറ്റ് മുകളിൽ നാളെ ക്ലോസിംഗ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഈ ആഴ്ച 25,000 മാർക്കറ്റ് തൊടാൻ സാധ്യത വളരെ വളരെ കൂടുതലാണ്. അപ്പോൾ ഏറ്റവും മുകളിൽ ശ്രദ്ധിക്കേണ്ട ലെവൽ നാളെ 24,682 തൊട്ട് 24,699 വരെയൊക്കെയാണ്. തൊട്ട് താഴെ വരുന്ന
സപ്പോർട്ട് എന്ന് പറയുന്നത് 24,632 തൊട്ട് 24,645 വരേക്കാണ്. മാർക്കറ്റ് നാളെ ഇതിനിടയ്ക്കാണ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ മാർക്കറ്റ് ഇവിടെ നിന്ന് CPRലോട്ട് വരാൻ സാധ്യതയുണ്ട്. ഇതിൻ്റെ മുകളിൽ സസ്റ്റെയിൻ ചെയ്താൽ മാത്രമേ ഇത് ബ്രേക്ക് ചെയ്ത് മുകളിൽ പോകാൻ സാധ്യതയുള്ളൂ. അപ്പോൾ 24,632, 24,645 ഈ ഒരു ലെവലിന് മുകളിൽ മാർക്കറ്റ് നാളെ ഗ്യാപ്പ് അപ്പ് കിട്ടിയാൽ ഇതിന് മുകളിൽ സസ്റ്റെയിൻ ചെയ്യുകയും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് റെസിസ്റ്റൻസ് വരുന്നത് 24,682, 24,700 ആയിരിക്കും. CPR നാളെ ബ്രേക്കൗട്ട് കിട്ടാൻ സാധ്യത വളരെ കൂടുതലാണ്. ഇന്ന് തന്നെ നാരോ CPR 3 പ്രാവശ്യം CPR ബ്രേക്കൗട്ട് കിട്ടിയിട്ടുണ്ട്. നാളെയും CPR ബ്രേക്കൗട്ടിനുള്ള സാധ്യതയുണ്ട്. CPR ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ താഴെ വരുന്ന ഫസ്റ്റ് സപ്പോർട്ട് 24,511, 24,523 ഫസ്റ്റ് സപ്പോർട്ട്. രണ്ടാമത്തെ സപ്പോർട്ട് 24,463 മുതൽ 24,451 വരെ വരുന്ന ലെവലാണ് ഫസ്റ്റ് ഏറ്റവും താഴത്തെ രണ്ടാമത്തെ സപ്പോർട്ടായിട്ട് വരുന്നത്. നമുക്ക് സെൻസെക്സ് കൂടെ നോക്കാം. സെൻസെക്സിലും CPR വരുന്നത് നാരോ CPR ആണ്. 57,715 മുതൽ 57,773 വരെയാണ് CPR വരുന്നത്. നാരോ CPR ആണ്. മുകളിലോട്ട് ഏറ്റവും മുകളിൽ ഒരു ലെവലേ ഉള്ളൂ. ഇടയ്ക്കുള്ള ലെവൽ ഞാൻ മാർക്ക് ചെയ്തിട്ടില്ല, കാരണം അടുത്തടുത്താണ് റേഞ്ച് വരുന്നത്. നിഫ്റ്റിയുടെ ചാർട്ട് കൂടെ നോക്കുക. നിഫ്റ്റിയുടെ ചാർട്ടിൽ നമുക്ക് ഇടയ്ക്ക് ഒരു റെസിസ്റ്റൻസ് കൂടെ ഉണ്ട്. അത് ബ്രേക്കൗട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ കൂടെ എൻട്രി എടുക്കാം. ഏറ്റവും മുകളിൽ വരുന്ന ലെവല് 58,199, 58,200 മുതൽ 58,250 വരെയാണ് രണ്ടാമത്തെ റെസിസ്റ്റൻസ് വരുന്നത്. ഇടയ്ക്ക് ഒരു ചെറിയൊരു റെസിസ്റ്റൻസ് ഉണ്ട്, അത് നിഫ്റ്റിയുടെ ലെവൽ നോക്കിയാൽ മതി. നിഫ്റ്റിയും സെൻസെക്സിൻ്റെയും ലെവലൊക്കെ ഏകദേശം ഒരേപോലെ റെസ്പെക്റ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ രണ്ടാമത്തെ റെസിസ്റ്റൻസ് 58,200 മുതൽ 58,250 വരെയാണ്. CPR താഴോട്ട് ബ്രേക്കൗട്ട് കിട്ടിയാൽ 57,419 തൊട്ട് 57,472 വരെയൊക്കെയാണ് ഫസ്റ്റ് സപ്പോർട്ട് കിട്ടുക. രണ്ടാമത്തെ സപ്പോർട്ട് വരുന്നത് 57,200 മുതൽ 57,255 വരെയൊക്കെയാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മാർക്കറ്റ് 2 ദിവസമായിട്ട് കൺസോളിഡേറ്റ് ചെയ്യുന്നത് കൊണ്ട് നാളെ മാർക്കറ്റ് ഒരു ട്രെൻഡിങ്ങിനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പം കൃത്യമായിട്ട് ലെവൽസ് നോക്കുക. കഴിഞ്ഞ 2 ദിവസമായിട്ട് നമുക്ക് രാവിലെ ഓപ്പണിംഗ് ടൈമിൽ മാത്രമാണ് വലിയൊരു മൂവ്മെൻറ്റ് കിട്ടുന്നത്. നാളെ മാർക്കറ്റ് ട്രെൻഡിങ് ആവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കൃത്യമായിട്ട് ലെവൽസ് നോക്കി ട്രേഡ് ചെയ്യാൻ ശ്രമിക്കുക. ബാക്കി അപ്ഡേഷൻസ് നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ലൈവ് മാർക്കറ്റിലുണ്ടാവും. ലിങ്ക് താഴെ കൊടുക്കുന്നുണ്ട്, താല്പര്യമുള്ളവർ ജോയിൻ ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും നാളെ നല്ലൊരു ട്രേഡിംഗ് ദിനം ആശംസിക്കുന്നു. താങ്ക് യു.